എടാ അതൊക്കെ ഭയങ്കര ബോറാ. നമുക്ക് വേറെ ഗെയിം കളിച്ചാലോ? എന്ത് ഗെയിം കളിക്കാനാ? ഞാൻ എല്ലാവരുടെയും പേരെഴുതി ബൗളിലിടും, എന്നിട്ട് ഓരോന്നായിട്ട് എടുക്കും. എന്നിട്ട് ആരുടെ പേരാണോ വരുന്നത് അയാൾ ഞാൻ പറയാൻ ഡയറി ചെയ്യണം. ഇൻട്രസ്റ്റിംഗ് അല്ലേ? എടാ എബി, ഒരു 5 പുഷ്പടിച്ചടാ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. വാ. അങ്ങനെ എബിൻ നമ്മുടെ ഡയർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നീ പറഞ്ഞെടുക്ക്. അളിയ കാർത്തികേ, നീ നിത്യനൊന്ന് പ്രപ്പോസ് ചെയ്തേ. ഐം സോറി നിത്യ, എനിക്ക് പറ്റുന്നു തോന്നുന്നില്ല. എന്താടോ, ഞാൻ അത്രയ്ക്ക് ബോറാണോ? അല്ല, അങ്ങനെയല്ല, പെട്ടെന്ന് അങ്ങനെ പറയാൻ പറഞ്ഞപ്പോൾ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, തന്നോടാ താങ്ക്സ് പറയാനുള്ളത്. താൻ എന്നെ പ്രപ്പോസ് ചെയ്തായിരുന്നെങ്കിൽ ഞാൻ മറുപടി പറയേണ്ട വന്നേനെ. എനിക്കാണെങ്കിൽ എസ് പറയാനും പറ്റില്ല. നോ പറഞ്ഞാൽ തന്നെ കളിയാക്കുന്ന പോലെ ആവും. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോണമെന്ന് വിചാരിക്കുമ്പോഴാ താൻ പോയത്. അപ്പം ഞാനിങ്ങി പോന്നു. കാർത്തിക്, നിത്യ. എങ്ങനെ ഇവിടെ എത്തിയേ? അതിപ്പോൾ അതിലൊരാൾ എൻ്റെ ഫ്രണ്ടാ. ഇങ്ങനെ ഓരോ വീക്കെൻഡിൽ ഓരോ പരിപാടിയും കൊണ്ടുവരും. ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യും, പക്ഷേ ഇത്തവണ പറ്റിയില്ല. എൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അവിടെ എൻ്റെ തൊട്ടടുത്തിരുന്നവർ 5 മിനിറ്റ് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പകുതി വരെ കുറ്റം എന്നോട് പറഞ്ഞു. എന്നാൽ അവരൊക്കെ നേരിട്ട് കാണുമ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നാലും. മേ ബി എൻ്റെ കുഴപ്പമായിരിക്കാം. എനിക്കിങ്ങനെ ആൾക്കാരായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ഈ ആൾക്കാർ കാണുമ്പോൾ തന്നെ ഹഗ് ചെയ്യില്ലേ, എനിക്ക് അതൊക്കെ പറഞ്ഞ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ, ഞാൻ അത്ര സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ പുള്ളി എന്നെ പുള്ളിയുടെ ബർത്ത്ഡേക്ക് വന്ന് ക്ഷണിച്ചു. ഞാൻ പോയില്ല. പക്ഷെ നെക്സ്റ്റ് ഡേ പുള്ളി വന്ന് 1 ഷോ. എന്താ എന്നെ ഭയങ്കര ഫ്രണ്ടായിട്ടാണ് കണ്ടത്, ഞാൻ ചെല്ലാൻ മോശമായിപ്പോയി, അങ്ങനെ എന്തൊക്കെയൊക്കെയോ. നമുക്ക് പ്രായമായതുകൊണ്ടുള്ള തോന്നലായിരിക്കൂലേ? നമുക്ക് ഓരോരുത്തർക്ക് ജീവിതത്തെ പറ്റി ഓരോ കാഴ്ചപ്പാടല്ലേ. എനിക്കാണെങ്കിൽ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് ആകെ കുറച്ച് സമയം കിട്ടുന്നത് വീക്കെൻഡിലാണ്. അപ്പോഴും ഇങ്ങനെ ഓരോരോ പരിപാടിയും കൊണ്ടുവരും. എനിക്ക് ബുക്സ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ കുക്ക് ചെയ്യാനൊക്കെ. വീക്കെൻഡിൽ അങ്ങനെയൊക്കെ ചെയ്തിരിക്കാന്ന് ഓർക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോരോ. ഓ, കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമല്ലേ? ചെറുതായിട്ട് അങ്ങനെ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ കുക്ക് ചെയ്യാനല്ല, കഴിക്കാൻ. உன்னருகில் இருக்கும்போது நான் மழலையாவேனே, நீ என்னை பார்க்கும்போது தொலைவேனே நான் தானே. உயிர் வாட்டி வாட்டி தினமும் உன்னை விட்டு மனம் எங்கும் புது மயக்கத்தில் என்ன நான் உயிரிழந்தானே.
അടിപൊളിയായിട്ടുണ്ട്. അല്ല, എന്താ ഇൻഗ്രീഡിയൻസ്? ഇതെവിടെ നിന്നാണ് പഠിച്ചേ? ഞാൻ ഈ റോഡിലുണ്ടായിരുന്ന ടൈമിൽ അവിടെ കറിദോശയൊക്കെ നല്ല ഫേമസാണ്. ഉം. ഞാനപ്പോൾ എൻ്റെ ഒരു വർഷം ട്രൈ ചെയ്തതാണ്. ഉം. പക്ഷെ എന്നാലും ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പറയത്തില്ല അല്ലേ? അത്ര വലിയ സംഭവമൊന്നുമല്ല, കണ്ടുപിടിക്കാവുന്നുള്ളൂ. ഗസ് ചെയ്ത് നോക്കട്ടെ. അമ്മയാ. ആമ്മ പറയ്. ഞാനേ ഫുഡ് കഴിക്കുക ഫ്രണ്ടിൻ്റെ അടുത്ത്. ദോശന്നൊക്കെയാ പറയുന്നേ. ഒരു തട്ടിക്കൂട്ട് കറിദോശ. ഞാൻ ഉണ്ടാക്കിയതല്ല, എനിക്ക് ഫ്രണ്ട് ഉണ്ടാക്കി തന്നെയാ. കാണിക്കാം. ഹായ് ആൻറ്റി, കാർത്തിക്. ഹായ് മോനെ, ഇതങ്ങനെ അധികം ആരോടും അടുക്കാറില്ല. അല്ല, ഞങ്ങള് ഇന്ന് പരിചയപ്പെട്ടോളെ. മീറ്റ് ചെയ്ത അന്ന് തന്നെ നിനക്ക് മസാല ദോശ ഉണ്ടാക്കി തന്നല്ലേ? ഒന്ന് പോമേ, ഞാനേ പിന്നെ വിളിക്കാം. ശരി ശരി. ആ, അമ്മ ആള് നല്ല ആക്റ്റീവാണല്ലോ. നല്ല ആക്റ്റീവാ. അയ്യോ, ഒരു മിനിറ്റ്. ഹലോ. ആ, ഞാൻ ഇപ്പം അയക്കാം. ആ, എടോ, തൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടോ? ആ, എനിക്ക് ചെറിയൊരു അർജൻറ്റ് വർക്ക് ഉണ്ട്, ഒന്ന് തരുമോ? ഇപ്പോൾ ആണോ? ഓക്കെ, ഒരു മിനിറ്റ്. ലാപ്ടോപ്പിൽ ചാർജില്ല. ഐപാഡ് ഓക്കെ അല്ലേ? ആ, ഓക്കെ. താങ്ക് യു. താനിരിക്കും, ഞാനിപ്പോൾ ഒരു കോൾ ചെയ്തിട്ട് വരാം. ഹലോ. ആ, കാർത്തി. കാണുന്നില്ലല്ലോ. കാർത്തി. ഓ, കുറേ നേരമല്ലോ പോയിട്ട്. അല്ല, ഒരു കോളിലായിരുന്നു. എന്തു പറ്റി? ഞാൻ വന്ന ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞോ? എന്തിനാ പറയുന്നേ? ഫേസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അതൊന്നുമില്ല, തനിക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്ന് പറഞ്ഞു നോക്ക്, അപ്പം അറിയാം. എടാളിയ, ഞാൻ അവൾക്ക് എന്തുമാത്രം ചെയ്തു കൊടുത്തിടുന്നറിയാമോ? ഞാൻ അത്രമാത്രം അവൾ ഇൻവോൾവ് ആയിപ്പോയി. പക്ഷെ അവൾ എന്നിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞതെന്നോ എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യുമെന്നോ എനിക്കറിയത്തില്ല. അത് എനിക്ക് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്കറിയത്തില്ല. അത് അത്രമാത്രം ടഫ് സ്റ്റേജിലൂടെ ഞാൻ പോകുന്നത്. അവൻ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. എനിക്കൊരാളിങ്ങനെ ഒന്ന് വിഷമം പറയുമ്പോൾ അവരോടെന്ത് പറയണമെന്നറിയില്ല, എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പോലും അറിയില്ല. അവരെന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അതിനാണോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? ഇതാ ഞാൻ പറഞ്ഞത്, തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന്. അവൻ്റെ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയിട്ടില്ല. അവനെങ്ങനെ ഫീൽ ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ ഞാൻ അവനെന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കാനാ? ഒന്നും പറയണ്ട, ഒന്ന് കേട്ടിരുന്നാ പോരെ. വിളിക്ക്, ഒന്ന് സംസാരിച്ചു നോക്ക്. അളിയ, നീ പറ, ഞാൻ കേൾക്കാം. എന്തായാലും താങ്ക്സ് അല്ലേ. നീയെങ്കിലും എനിക്കിത് ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ ഉണ്ടായല്ലോ, എനിക്കത് മാത്രം മതി. എനിക്കൊരു സമാധാനമായി. ഓക്കേടാ. കാർത്തി, ഈ കേട്ടിരിക്കാൻ ആളെ കിട്ടുമെന്ന് പറഞ്ഞാലേ അത് കുറച്ച് പാടാ. ഈ വിഷമങ്ങൾ പറയുമ്പോൾ ഒന്ന് കേട്ടിരുന്നാൽ മതി, അത് തന്നെ വലിയ കാര്യമാണ്. അവൻ
രണ്ടെണ്ണം കൊടുക്കാൻ പറ്റിയില്ല. ഷേ, വിട്, അത് കഴിഞ്ഞില്ലേ? എന്ത് വിടാൻ? അത് നമ്മളിരുന്ന ടേബിളല്ലേ. ഒന്ന് കൈ കഴുകാൻ പോയപ്പോഴത്തേക്ക് അവന്മാർ അവിടെ വന്നിരുന്നു. ഞാനാണെങ്കിൽ മര്യാദയുടെ ഭാഷയിലാണ് പറഞ്ഞ്, ചേട്ടാ ഒന്ന് മാറി, ഇത് ഞങ്ങളുടെ ടേബിളാണ്. അപ്പോൾ അവന് ഭയങ്കര ഷോ. അവിടെ വേറെയും ടേബിൾ ഉണ്ടായിരുന്നല്ലോ. നമ്മളാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് വരികയും ചെയ്തു. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? കുറച്ചൊക്കെ ഗട്ട്സ് വേണം കാർത്തി. ഞാൻ വിചാരിച്ച് താനെങ്കിലും എന്തെങ്കിലും മിണ്ടോന്ന്. താനാണെങ്കിൽ ഒരുമാതിരി. വെറുതെ എന്തിനാ? പേടി. അതങ്ങ് സമ്മതിക്ക്. ആരിത്? കാർത്തി. വെള്ളം. എന്തു പറ്റി? എന്തേ ഷട്ടിലൊക്കെ? പേടിയാന്നുള്ളത് എൻ്റെ പരാതി തീർത്തുണ്ട്. അവന്താ ബോധമില്ലാണ്ട് റോട്ടിൽ കിടക്കുന്നുണ്ട്. നീ ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്യ്. നമുക്ക് 2 ദിവസം എവിടെയെങ്കിലും മാറിക്കാം. എന്തിന്? നമ്മൾ ഒരുമിച്ചല്ലേ? നിന്റെ പ്രശ്നത്തിനല്ലേ ഞാൻ പോയി തല്ലിയത്. അവൻ ബോധം പോണതിന് മുമ്പ് തിരിച്ചേരുന്നൊക്കെ പറയുന്നത് കേട്ടു. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് പുറത്ത് പറഞ്ഞാ. ഇനി എന്താവും? എനിക്കാണെങ്കിൽ ആലോചിച്ചിട്ട് തല പിരിക്കുന്ന. ഞാൻ ഇനി എങ്ങനെ ഓഫീസിൽ പോവും? നീ ഇങ്ങനെ പേടിക്കാതെ. ഈയിടെ നിന്നോട് ആര് പറഞ്ഞു അവനെ പോയി തല്ലാൻ? നിനക്ക് സംസാരിച്ച പോരായിരുന്നോ? ഇയാളല്ലേ പറഞ്ഞേ 2 പൊട്ടിക്കാൻ തോന്നിന്നു. കുറച്ച് കോമൺ സെൻസ് വേണ്ടേ കാർത്തി? ആദ്യം പേടി, ഇപ്പൊ കോമൺ സെൻസ്. കൊള്ളാം. ഞാൻ വീട്ടിൽ വിളിച്ചാലോ? ചിരിക്കല്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ ഇതൊക്കെ പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന്? ഒഴിവാക്കി വിടാൻ പറ്റുന്നതാണെങ്കിൽ ഒഴിവാക്കി വിടണം. ഈ കാമായിട്ട് ഒരു പ്രശ്നത്തിനും പോകാത്ത ആൾക്കാരില്ലേ, അത് പേടി കൊണ്ടല്ല, ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയുള്ളൊരു ബോധമുണ്ട്. എന്നെരുതി ആരെന്ത് പറഞ്ഞാലും മിണ്ടാണ്ടിരിക്കണമെന്നല്ല. സോറി, പക്ഷെ നമ്മൾ ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? എനിക്കെന്താ വയ്യേ നീ പറയുന്നേട്ട് ഓരോരുത്തരെ പോയി തല്ലാൻ? ഇത് വെറും ഷോ. എടാ നിന്നെ ഉണ്ടല്ലോ കള്ള. എന്റെ ഉള്ള ജീവനങ്ങ് പോയി. ദുഷ്ട. എന്തായാലും നല്ലൊരു ഷർട്ടായിരുന്നു. അതിങ്ങനെ കുളവാക്കണ്ടായിരുന്നു. ഇച്ചിരി ചുളുങ്ങിയല്ലേ ഉള്ളൂ. നിനക്കത്ര വിഷമാണെങ്കിൽ നീ ഒരു ഷർട്ട് വാങ്ങിത്താ. അയ്യടാ, സ്വന്തമായിട്ടങ്ങ് വാങ്ങിച്ചാൽ മതി. ഓ, എന്നാ ഒരു ചായ ഇട്ട് തരാമോ? വേണ്ട, ഞാൻ ഇട്ടോളാം. 2 ചായ. ഓ, ചായപ്പൊടി എവിടെയാ? ആ ഷെൽഫിലുണ്ട്. ഓക്കെ. ഇല്ല, അമ്മ കുടിച്ചോ? ആ, ഞാനിപ്പോൾ ചായ കുടിക്കും. ഈ ഒരു വീക്കെൻഡ് വരാം. ചായ റെഡി. ഒരു മിനിറ്റ്. താങ്ക്സ്. നമ്മൾ ആദ്യം കണ്ടപ്പോൾ എല്ലാവരും എന്നോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞില്ലേ? ഞാനാണെങ്കിൽ ടെൻഷൻ അടിച്ച് എനിക്കതിനൊന്നും തോന്നണില്ല എന്ന് പറഞ്ഞൊരു കാര്യം. പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞാരിയാ? അതെ, അത് ഞാൻ ഇപ്പം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ചെയ്ത് നോക്ക്, അപ്പം അറിയാം. എനിക്കതിനധികം ഫ്രണ്ട്സൊന്നുമില്ല. അങ്ങനെ ആരുമായിട്ട് ഞാനങ്ങനെ അധികം ക്ലോസ് ആവാൻ കഴിയാറുമില്ല. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളോട് ഇത്രയും ക്ലോസ് ആവുന്നത്.
നമ്മൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഐ ഫീൽ ഹാപ്പി. എനിക്കതിനെ പ്രപ്പോസ് ഒന്നും ചെയ്യാൻ അറിയില്ല. എനിക്കിഷ്ടമാണ്. തിരിച്ചെപ്പോഴേലും അങ്ങനെ തോന്നുകയാണെങ്കിൽ പറ. എന്റെ മോനെ, നിന്റെ അന്നത്തെ മസാല ദോശയിൽ വീണതാ ഇവിടെ. എടി, ചെറുക്കനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്താതെ ഉള്ളിലുള്ളത് തുറന്നു പറയടി. അമ്മ പ്രപ്പോസൽ തരക്കേടല്ല. உன்னருகே இருக்கும் போது நான் மழலை